നമ്മളിന്ന് വന്നിരിക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത് ഏഴല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗ്രാമീണ അന്തരീക്ഷം തുളുമ്പുന്ന ശാന്തസുന്ദരമായിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വന്നുള്ളത്. 10 സെൻറ്റ് ഭൂമിയിൽ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ 4BHK ആണ്. ബേസ്മെൻറ്റിലാണ് ഒരു ബെഡ്റൂം വന്നുള്ളത്. അൽ-അസർ മെഡിക്കൽ കോളേജും വളരെ അടുത്ത് തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ എലിവേഷൻ ഒരു കാലത്തും മറിയയില്ല. മാത്രമല്ല നല്ല ഭംഗിയുള്ളൊരു എലിവേഷനും കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് കോമ്പൗണ്ടിലേക്ക് വരാം. അതിവിശാലമായിട്ടുള്ള സ്പേസ് ഫ്രണ്ടിലുള്ളത് കൊണ്ട് തന്നെ ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ കോർണറിലായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പ്ലാന്റ്സ് കൊടുക്കാനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഹിഡൻ സ്പേസിലേക്ക് പോകാം. പുറത്തുനിന്നുള്ള എൻട്രൻസ് ആണിത്. ഇതുപോലെ തന്നെ അകത്തുനിന്നും എൻട്രൻസ് ഉണ്ട്. കയറി വരുന്ന ഭാഗമാണിത്. ഇതുപോലെ തന്നെ അകത്തുനിന്നും ഇറങ്ങുന്ന ഭാഗമാണ്. നമുക്ക് അകത്തുനിന്നുള്ളൊരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെയായിട്ടൊരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. പവർ പോയിന്റ് വരുന്നുണ്ട്. നമുക്കിനി സ്പേസിലേക്ക് വരാം. ഇതിനെ ബെഡ്റൂം ആക്കുമോ, റീഡിംഗ് റൂം ആക്കുമോ, ഓഫീസ് റൂം ആക്കുമോ, എന്ത് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇവിടെയായിട്ട് കബോർഡ് വന്നിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയും കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബുക്സും മറ്റുമൊക്കെ വെക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും ഇരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ഇതിനിങ്ങനെ ഒരു ഡോറിൻ്റെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാവും. ഇവിടെയായിട്ടൊരു പവർ പോയിൻറ്റും വാട്ടർ പോയിൻറ്റും വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. വേണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസും കൂടി ഉണ്ട്. നേരെ നമ്മൾ ബാത്റൂമിലേക്കാണ് വരുന്നത്. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു വാഷ് ബേസിനും മിററും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മിക്സഡ് ടാപ്പാണ് വന്നുള്ളത്. ഷവർ കോക്ക് വന്നിട്ടുണ്ട്. റെയിൻ ഷവറും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇരുന്ന് കുളിക്കാനുള്ള സ്പേസും കൂടി നമുക്ക് ഇവിടെയുണ്ട്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വീടിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോകാം. ഈ പോർച്ചിൽ വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈലിൻ്റെ പാറ്റേണിൽ മാറ്റമുണ്ട്. ഫിക്സ് ചെയ്തിരിക്കുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരാം. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനോട് ചേരുന്ന രീതിയിലാണ് നല്ല വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുള്ളത്. നേരെ നമുക്ക് വീടിനകത്തേക്ക് വരാം. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ വന്നുള്ളത്. നല്ല ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. പഴയ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫുൾ തടിയും തേക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിനകത്തേക്ക് വരാം. നല്ലൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു യൂണിറ്റ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയുള്ള LED ലൈറ്റുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. 2 പാളി ജനൽ വന്നിട്ടുണ്ട്. വെസ്റ്റ് സൈഡിലും 2 പാളി ജനലാണ് വന്നുള്ളത്. അപ്പോൾ നല്ലൊരു ലെങ്ത് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയുള്ള വാം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് വൈറ്റ് ടൈല് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഓപ്പൺ കിച്ചൺ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കൗണ്ടറാണോ എന്നുള്ളത്. മേലെ ഭംഗിയുള്ളൊരു ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. 2 സെക്ഷനായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സി ടൈപ്പിലാണ് കിച്ചൺ വന്നുള്ളത്. അതും നല്ല ഭംഗിയുള്ള കബോർഡോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. ഒരു മിക്സഡ് ടാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു പവർ പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്പേസിലേക്ക് പോകാം. ഈ ഭാഗം ഇവിടെയും ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ട് മോട്ടറിൻ്റെ പവർ സ്വിച്ച് വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ടൈലിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് കൊടുത്തുള്ളത്. കിച്ചണിൽ നിന്നുള്ള ഔട്ട് സൈഡ് വന്നിരിക്കുന്നത് ഈസ്റ്റിലേക്കാണ്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെയായിട്ട് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്പേസ് നമുക്ക് കിച്ചൻ്റെ ഭാഗത്ത് തന്നെയുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഡൈനിങ്ങിന് ഇരുവശങ്ങളിലുമായിട്ടാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് താഴേക്ക് പോകുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് നല്ലൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാൻസി മിററൊക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം.
നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12 അടി, വീതി വരുന്നത് 11 അടിയാണ്. നല്ലൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളിനുള്ള സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ മിറർ, പിന്നെ മിക്സർ ടാപ്പാണ് വന്നത്, ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, പിന്നെ എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇവിടെയും ഫാൻസി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 11 അടി വീതിയാണ്. ഇവിടെ 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ, മിറർ, സിംഗിൾ പീസ് ക്ലോസറ്റാണ്, മിക്സർ ടാപ്പ് വന്നിട്ടുണ്ട്, ഷവർ കോക്ക്, റെയിൻ ഷവർ, താഴെ മാറ്റ് ടൈലാണ് വന്നുള്ളത്. നല്ലൊരു ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതിയാണ്. ഈ കാണുന്നത് നല്ലൊരു കബോർഡാണ്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നുള്ളത്. നല്ലൊരു വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. അപ്പോൾ നമ്മൾ 3 ബെഡ്റൂമുകൾ കണ്ടു. താഴെ നമ്മളൊരു ഹിഡൻ ആയിട്ടുള്ളൊരു ബേസ്മെൻറ്റ് റൂമും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഈ വീടിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പേഴ്സണലി നമുക്ക് തോന്നിയതാണ് ശാന്തമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഇടമാണ്. അതായത് പീസ്ഫുള്ളായിട്ട് ശല്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ഏരിയയിൽ, അത് തൊടുപുഴയിൽ നിന്നും 8 കിലോമീറ്റർ മാറിയിട്ട് ഏഴല്ലൂർ എന്ന സ്ഥലത്ത് ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന യൂണിക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയും കൂടിയാണ്. 10 സെൻറ്റ് ഭൂമിയിൽ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇതിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.